Hello everyone, welcome to Central Government Job Updates. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന അപ്രന്റീസ്ഷിപ്പ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. വിത്ത് സ്റ്റൈഫൻഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന വാക്കൻസി എന്ന് പറഞ്ഞാൽ 4500ഓളം വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4500ഓളം അപ്രന്റീസ്ഷിപ്പ് വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഡിവിഷനിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് 7th to 23rd ജൂൺ ആണ് കേട്ടോ. ജൂൺ 23 വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. 23 ജൂൺ വരെയാണ് നിങ്ങൾക്ക് സമയം. എക്സാം ഡേറ്റ് ഉണ്ട്. കാരണം അപ്രന്റീസ്ഷിപ്പ് ആണെങ്കിലും അതെന്താണ് വിത്ത് സ്റ്റൈഫൻഡ് ആയതുകൊണ്ട് തന്നെ അവർ വിത്ത് എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. എക്സാം വരുന്നത് നിങ്ങൾക്ക് ജൂലൈ ഫസ്റ്റ് വീക്കിനായിരിക്കും. അപ്പോൾ ഏറ്റവും പെട്ടെന്നാണ്, അടുത്താണ് വരാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നത്. കാര്യം മനസ്സിലാക്കുക, ജൂലൈ ഫസ്റ്റ് വീക്കാണ് എക്സാം ഡേറ്റ് വരുന്നത്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഒരു ഓൺലൈൻ എക്സാമും പിന്നെ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റും ആണ്. ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ പറയുന്ന പോലെ നമ്മൾ കേരളൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ മലയാളം ലാംഗ്വേജ് ആണ് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ ലാംഗ്വേജ് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. എഴുതാനും വായിക്കാനും പറയാനും അറിഞ്ഞിരിക്കണം. ഓക്കെ. സ്റ്റൈഫൻഡ് എമൗണ്ട് വരുന്നത് 15000 രൂപയാണ്. ഒരു വർഷമാണ് നിങ്ങളുടെ അപ്രന്റീസ്ഷിപ്പ് പീരീഡ് വരുന്നത്. ഒരു വർഷത്തേക്കാണ് നിങ്ങളുടെ അപ്രന്റീസ്ഷിപ്പ് പീരീഡ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ബാങ്കിലൊക്കെ ഒരു അപ്രന്റീസ്ഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് ബാക്കി നിങ്ങളുടെ പിന്നെയുള്ള ഫ്യൂച്ചറിലേക്കും അത് ഏറ്റവും നല്ല യൂസ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്താണ്? centralbankofindia.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ. centralbankofindia.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ കൊടുത്തിരിക്കും. അതിൽ അപ്ലൈ ചെയ്യാൻ പോകണം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ശരിയായി വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ടോട്ടൽ വാക്കൻസി 4500 ആണെങ്കിൽ നമ്മുടെ കേരളയുടെ വാക്കൻസി എത്രയാണെന്ന് നോക്കാം. നമുക്ക് കേരളയുടെ വാക്കൻസി വരുന്നത് എത്രയാണെന്ന് നോക്കാം. ഓക്കെ. കേരളയുടെ വാക്കൻസി വിളിച്ചിരിക്കുന്നത് 116 വാക്കൻസിയാണ്. കേരളയുടെ വാക്കൻസി എത്രയാണ്? 116 വാക്കൻസിയാണ്. അതിൽ SCക്ക് 11 വാക്കൻസി, STക്ക് 1 വാക്കൻസി, OBCക്ക് ആണെങ്കിൽ 31 വാക്കൻസി, EWSന് 12 വാക്കൻസി, UR കാൻഡിഡേറ്റ്സിന് 61 വാക്കൻസി. ഓക്കെ. 61 വാക്കൻസി UR കാൻഡിഡേറ്റ്സിനാണ് വരുന്നത്. ഓക്കെ. കേരളയിൽ ആകെ മൊത്തം 116 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേറെ കൂടുതൽ ടാസ്ക് ഒന്നും വരുന്നില്ല. നമുക്കൊരു എക്സാമും അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ്, അതായത് കേരളയുടെ മലയാളം ലാംഗ്വേജ് ടെസ്റ്റുമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ വരുന്നത് അപ്ലൈ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 7th ജൂണിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23rd ജൂണാണ് നിങ്ങൾക്ക് വരുന്നത്. ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടത് 25th ജൂണിനകം വെച്ചിട്ടാണ്. അതായത് എപ്പോഴും കറക്റ്റ് സമയത്ത് തന്നെ അടയ്ക്കാനായിട്ട് നോക്കുക. നിങ്ങൾ എപ്പോഴാണോ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ പേയ്മെൻറ്റും കൂടെ ചെയ്യുക. എക്സാം ഡേറ്റ് വരുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ ആണ് വരുന്നത്. ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ഏജ് ലിമിറ്റ് എന്നുള്ളൊരു കാര്യം, എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? രജിസ്ട്രേഷൻ. ഇതെന്താണ്? അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം അല്ലേ? അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാറ്റ്സ് എന്ന് പറയുന്ന അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്കുള്ള നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീമിലേക്കുള്ള ആ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കണം. അത് ഇനി ചെയ്താലും മതി, പക്ഷെ നിങ്ങൾ അത് ചെയ്തിട്ടേക്കണം. നിങ്ങൾ അഥവാ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വലിയൊരു പ്രോസസ്സാണ് നാറ്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. വേറൊന്നുമില്ല. നാറ്റ്സ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക? ലോഗിൻ ചെയ്യുക. അതായത് ലോഗിൻ ചെയ്യല്ല, രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിലാണ് നമ്മൾ പിന്നെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എല്ലാ അപ്രന്റീസ്ഷിപ്പും നമ്മൾ അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റ് വരുന്നത് എന്താണ്? 20 to 28 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് വെറും ഡിഗ്രിയാണ് കേട്ടോ. ഡിഗ്രിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ. കംപ്ലീറ്റഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ ട്രെയിനിങ് പീരീഡ് വരുന്നത് 12 മാസത്തേക്കാണ്. അതായത് ഒരു വർഷത്തേക്കാണ് നിങ്ങളുടെ ട്രെയിനിങ് വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങൾ അറിയാമല്ലോ. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 to 28 ഇയേഴ്സ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ട്രെയിനിങ് പീരീഡ് വരുന്നത് ഒരു വർഷത്തേക്കാണ്. നാറ്റ്സ് പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റേർഡ് ആയിരിക്കണം. ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ചെയ്താലും മതി. നാറ്റ്സ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഓക്കെ. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഇയർലിയർ ദാൻ 31/5/1997 31/5/2005 ഇടയിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ആ കറക്റ്റ് ഏജ് ലിമിറ്റ് ആണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത റിലാക്സേഷൻ ഉണ്ട്. ഇപ്പോൾ 28 വയസ്സ് വരെയാണെന്ന് പറയുന്നെങ്കിലും SC/STക്ക് എത്രയുണ്ട്? 5 വർഷത്തിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് ആണെങ്കിൽ എത്ര വർഷത്തിൻ്റെ റിലാക്സേഷൻ ഉണ്ട്? 3 വർഷത്തിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. അതെല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്? ആഡായി വരുന്നതാണ് കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കുക.
ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് വരുന്നത് കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്ന് 1/1/2021 മുന്നേ തന്നെ 1/1/2001 ശേഷമായിരിക്കണം നിങ്ങളുടെ ഗ്രാജുവേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. കയ്യിൽ എന്തുണ്ടായിരിക്കണം? മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം, പ്രൊഫഷണൽ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ തന്നെ കാണണം എന്നുള്ളൊരു കണ്ടീഷനാണ് അവരിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഏജ് ലിമിറ്റും കൃത്യമായി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് റിട്ടൺ എക്സാമിനേഷൻ ആണ്. റിട്ടൺ എക്സാമിനേഷൻ്റെ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താണ്, ലോക്കൽ ലാംഗ്വേജ് പ്രൂഫ് ആണ്. അതായത് കാൻഡിഡേറ്റ്സ് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞിരിക്കണം ബാങ്കിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട്. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നിങ്ങൾ ഓൺലൈൻ എക്സാമിനേഷൻ 1 ജൂലൈയിലാണ് വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സബ്ജക്റ്റാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മാത്സ് ആണ്. മാത്സ് 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് ലോജിക്കൽ റീസണിങ് ആണ്. റീസണിങ് എത്ര ക്വസ്റ്റ്യൻ? 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ആണ് വരുന്നത്. കമ്പ്യൂട്ടർ എത്ര ക്വസ്റ്റ്യൻ? 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇംഗ്ലീഷ് ഉണ്ട്. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള നമ്മുടെ SSC റെയിൽവേ ബാങ്ക് ഒക്കെ പഠിക്കുന്നവർക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈവൻ നമ്മുടെ ദിശ അക്കാഡമി ബാങ്കിങ് എക്സാംസിന് വേണ്ടി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായിട്ടും കൊടുക്കുന്നുണ്ട്, ഓൺലൈനായിട്ടും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒറ്റ എക്സാം ഒരേ സിലബസ് പാറ്റേൺ ആണ് എല്ലാ ബാങ്കിങ് എക്സാമിനും ഏറെക്കുറെ വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കുറേ എക്സാംസുകളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഫോക്കസിങ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ കൂടുതൽ നമുക്ക് ബാങ്കിന് കോഴ്സ് എന്തായാലും അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ ഉണ്ടായിരിക്കും, അതിൽ കയറി ഒന്ന് വിളിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ അവരെന്ത് ചെയ്യും, പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ വരുന്നത് ഒരു അഡീഷണൽ ഒരു 4 ടോപ്പിക്സ് എന്ന് പറയുന്നത് ടോപ്പിക് ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒന്ന് വരുന്നത്, ബാക്കി എല്ലാത്തിനും 15 മാർക്കാണ് വരുന്നത് കേട്ടോ. ബാക്കി വരുന്നത് ബേസിക് റീറ്റെയിൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ 10 ക്വസ്റ്റ്യൻസ്, ബേസിക് റീറ്റെയിൽ അസറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ 10 ക്വസ്റ്റ്യൻസ്, ബേസിക് ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സ് 10 ക്വസ്റ്റ്യൻസ്, ബേസിക് ഇൻഷുറൻസ് പ്രോഡക്ട്സിന്റെ 10 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് വരുന്നത്. ആ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുമെന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നു. ബാക്കിയെല്ലാം നമ്മുടെ ബേസ് ആണ്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ അഡീഷണൽ ശ്രദ്ധിച്ചാൽ മതി. ബേസിക് ആയിട്ടുള്ള റീറ്റെയിൽ പ്രോഡക്ട്സ്, ബേസിക് റീറ്റെയിൽ അസറ്റ് പ്രോഡക്ട്സ്, ബേസിക് ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സ്, ബേസിക് ഇൻഷുറൻസ് പ്രോഡക്ട്സ് എന്ന് പറയുന്നിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകളുണ്ട്. അതും കൂടെ എന്ത് ചെയ്യുക, ഒപ്പം പഠിക്കുക. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ് വരുന്നത്. 1 മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് ഉള്ളത്. എന്തില്ല, നിങ്ങൾക്ക് നെഗറ്റീവ് ഇല്ല കേട്ടോ. നോ നെഗറ്റീവ് ആണ് വരുന്നത്. നോ നെഗറ്റീവ് ആണുള്ളത്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസിന് 100 മാർക്കാണ് വരുന്നത്. 1 മണിക്കൂർ സമയമാണുള്ളത്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഇംഗ്ലീഷാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് എത്ര രൂപയാണ് നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂറൽ സെമി അർബൻ ബ്രാഞ്ച് ആയാലും അർബൻ ബ്രാഞ്ച് ആയാലും മെട്രോ ബ്രാഞ്ച് ആയാലും നിങ്ങൾക്ക് വരുന്നത് 15,000 രൂപയാണ് എന്ത് വരുന്നത്, മന്ത്ലി സ്റ്റൈഫൻഡ് വരുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഫീസ്, നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ്. അപ്പോൾ ഇത്രയും രൂപ കൊടുക്കുമ്പോൾ ഇത്രയും രൂപ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്, അതായത് ആദ്യമേ പേയ്മെൻറ്റ് കൊടുക്കേണ്ട എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാൻഡിഡേറ്റ്സിനും ഓൾ അതർ കാൻഡിഡേറ്റ്സിന് എത്രയാണ്, 800 പ്ലസ് GST എന്നുള്ള രീതിയിലാണ്. 800 പ്ലസ് GST ആണ്. അതേസമയം ഷെഡ്യൂൾഡ് കാസ്റ്റ് SC ST വിമൻ കാൻഡിഡേറ്റ്സ് EWSനാണെങ്കിൽ 600 പ്ലസ് GST ആണ്. 600 പ്ലസ് GST ആണ്. PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 400 പ്ലസ് GST ആണ്. PWD കാൻഡിഡേറ്റ്സ് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 400 പ്ലസ് GSTയും, SC ST വിമൻ EWS കാൻഡിഡേറ്റ്സിന് 600 പ്ലസ് GSTയും, ഓൾ അതർ കാൻഡിഡേറ്റ്സിന് 800 പ്ലസ് GST ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ എത്ര വർഷത്തേക്കാണ്, 1 വർഷത്തേക്കാണ്. 12 മാസമാണ് നിങ്ങളുടെ ട്രെയിനിങ് പീരീഡ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈ ആയി, നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിൽ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾ 1 വർഷമായിരിക്കും അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യും, പല കാര്യങ്ങളും പഠിക്കും. അപ്രന്റീഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ബാങ്കിങ് റിലേറ്റഡ് ടോപ്പിക്കും ഇൻക്ലൂഡിങ് ബാങ്കിങ് പ്രാക്ടീസുകളും പ്രോഡക്റ്റിൻ്റെ ഡിസ്കഷനും പ്രോസസ്സും എല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിക്കും ഈ 1 വർഷം കൊണ്ട് തന്നെ. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, രജിസ്റ്റർ ഓൺ അപ്രന്റീഷിപ്പ് പോർട്ടൽ. ഈ പോർട്ടലിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നാറ്റ്സ് എന്ന് പറയുന്ന അപ്രന്റീഷിപ്പ് പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. നാറ്റ്സിൻ്റെ പോർട്ടലിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രന്റീഷിപ്പ് നോട്ടിഫിക്കേഷൻ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അതിൽ കയറി എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം ലോഗിൻ ചെയ്തതിന് ശേഷം നാറ്റ്സിൻ്റെ എന്ത് ചെയ്യുക, ഈ പറയുന്ന അപ്രന്റീഷിപ്പ് ഇത് നോക്കുക. സെൻട്രൽ ബാങ്കിൻ്റെ ആണ് കേട്ടോ, ബാങ്കിങ്ങിൻ്റെ ആണ്. അത് നോക്കുക. അത് കഴിഞ്ഞ് നോട്ട് യുവർ എൻറോൾമെൻറ്റ് ID, നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ID കിട്ടിക്കാണും. ആ ID വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അത്
അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, വേണ്ടതായിട്ടുള്ള ഡോക്യുമെന്റ്സ്, അതായത് നിങ്ങളുടെ ഏജ് ലിമിറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ അതെല്ലാം ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യുക, ഓൺലൈനിൽ തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുക. പ്രോസസ്സ് ഓവറാണ്. ഇത്രയാണ് വരുന്നത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നാറ്റ്സിൽ കയറി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നമ്മൾ ബാക്കിയെല്ലാ എക്സാമിനും അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമാണ്, ബാങ്കിൻ്റെ കാര്യങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ബാങ്കിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഇങ്ങനെ ഒരു ട്രെയിനിങ് ഫേസ് ഒക്കെ കടന്നു പോയവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ പോയിന്റ് തന്നെയാണ്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പഠിക്കുക. ഏതെങ്കിലും ഒരു ജോലിയിൽ ഉടനെ തന്നെ പ്രവേശിക്കാൻ പറ്റട്ടെ. താങ്ക് യു.